തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിലെ കുറച്ച് കാഴ്ചകളും വേളാങ്കണ്ണി ചേർച്ചും പിന്നെ അതുപോലെ തന്നെ വേളാങ്കണ്ണി ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം എന്നുള്ളൊരു ഉദ്ദേശമാണ്. പിന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എങ്ങനെ അവിടത്തേക്ക് പോകാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ. മെയിൻ എൻട്രൻസ് മെയിൻ ഭാഗമൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്. ഈ ഒരു സ്റ്റേഷൻ ഉള്ളത് ഏകദേശം പള്ളിയുടെ രൂപത്തിലാണ്, ക്രിസ്ത്യൻ പള്ളിയുടെ രൂപത്തിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കാരണം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആണല്ലോ ആ വേളാങ്കണ്ണി ചേർച്ചും തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അവിടെ ഒരു ട്രെയിൻ നിൽപ്പുണ്ട്, അത് ഞാൻ ഇവിടത്തേക്ക് വന്ന വണ്ടിയാണ്, വാസ്കോ ഡ ഗാമ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ്. ആ വണ്ടിയിൽ കയറിയിട്ടാണ് വന്നത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് നടന്നിട്ടാണ് ഞാൻ വേളാങ്കണ്ണി ചേർച്ചും സ്റ്റാച്ചു ഒക്കെ ഞാൻ കാണിച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇവിടെ ഒന്നാമത്തെ കാര്യം ക്ലോക്ക് റൂമില്ല. ഇത്ര തീർത്ഥാടന കേന്ദ്രങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ക്ലോക്ക് റൂം എന്ന സംഭവം ഈ സ്റ്റേഷനിലില്ല. റിട്ടയറിംഗ് റൂം ചോദിച്ചപ്പോൾ അവിടെ ആകെ 2 റിട്ടയറിംഗ് റൂമിൽ അത് ഫുള്ളുമാണ്. പിന്നെന്താ ചെയ്യുക, ഇവിടെ ഒരു ക്ലോക്ക് റൂം ഇല്ലാത്തൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, നിങ്ങൾ ചാർജറും കൊണ്ട് ഇവിടുത്തെ വരുന്നെങ്കിൽ ചാർജർ എടുക്കാൻ വേണ്ടി ഇവിടെ ചാർജർ ബാനാണ്. കാരണം വേറെ എന്തല്ല കേട്ടോ, ഇവിടുത്തെ ഒറ്റൊരു ചാർജിങ് സോക്കറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവർ ഇട്ട് വെച്ചതെന്ന് അറിയില്ല. ഞാൻ വെയിറ്റിംഗ് ഹാളിൽ നോക്കി, ഒന്നും വർക്കിംഗ് അല്ല. പുറത്ത് വന്ന് നോക്കി, അവിടുത്തെ വർക്കിംഗ് ഇല്ല. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി, അവിടെ ചാർജിങ് സോക്കറ്റ് എന്ത് തന്നെ അറിയില്ല, അവിടെ അന്നും വർക്കിംഗ് ഒന്നുമല്ല, എന്താണെന്നറിയില്ല. വെള്ളമൊക്കെ ഉണ്ട്, ബാത്റൂമൊക്കെ ഷോക്ക്. എന്നാലും ഇവിടെ വേളാങ്കണ്ണി അത്ര ചെറിയ പ്രശ്നം. എന്നാൽ കാരണം ഇതൊരു റിമോട്ട് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ അങ്ങനെ വണ്ടികളൊന്നും ഓപ്പറേറ്റ് ചെയ്യാറൊന്നുമില്ല. ആകെ ഒരു തീർത്ഥാടന കേന്ദ്രത്തേക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാനിതാ പവർ ബാങ്കൊക്കെ കുത്തി വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം ചാർജ് വേണമല്ലോ. ഞാൻ 1 മണിക്കൂർ ചാർജ് കുത്തി വെച്ച് അതിന് ശേഷം ഈ വേളാങ്കണ്ണിയൊക്കെ കാണാൻ വെച്ചിട്ടുണ്ടായതാണ്. പക്ഷെ നടക്കൂല. ഇനി ഇപ്പോൾ ചാർജ് കുത്തിയിട്ട് നമുക്ക് നടക്കാം. പിന്നെ ബാഗും ഉണ്ട് കയ്യിൽ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല ബാഗിലൊന്നും. ഇപ്പോൾ നമുക്ക് ഫുള്ള് ഞാൻ നടന്ന് കാണിച്ചു തരാം. ഇവിടത്തേക്ക് ട്രെയിനിൽ അങ്ങനെ എത്താം എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ നമുക്ക് വരാൻ കേരളത്തിൽ നിന്ന് ആകെ ഒറ്റൊരു വണ്ടിയാണ് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലു. അത് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. അവിടെ ആൾക്കാരൊക്കെ ടച്ച് വായിക്കുന്നുണ്ട്. RPF എന്നിട്ട് സ്റ്റേഷനിൽ കുറേ പേര് കടന്നിറങ്ങുന്നുണ്ടായിന്. നമ്മളെ പോലത്തെ ആൾക്കാരല്ല, നമ്മൾ പോലത്തെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ വാങ്ങാൻ വരുന്നവർക്ക് ഉണ്ടാവില്ല, അവരെ പോലത്തെ ആൾക്കാർ അവിടെ കുറേ ആൾ കിടക്കുന്നുണ്ടായിന്. അപ്പോൾ അവരെല്ലാം ടച്ച് വായിക്കുന്നുണ്ട് RPF അവിടെ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്, ആ ട്രെയിനിൻ്റെ ടൈമിങ്ങും ദിവസവും പറയാം. അത് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ശനിയാഴ്ചയാണ് എറണാകുളത്തിന് ഡിപ്പാർട്ട് ചെയ്യൽ. 1:55 ഡിപ്പാർട്ട് ചെയ്താൽ ഇവിടെ പിറ്റേന്ന് രാവിലെ 5:45 എത്തും. പിന്നെ അതുപോലെ തന്നെ അത് ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ എടുക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വൈകിട്ട് 6:40 അത് റിട്ടേൺ പോകും. അന്ന് 5:45 രാവിലെ വന്നതിന് അന്ന് വൈകുന്നേരം 6:40 തിരിച്ച് എറണാകുളത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് വേളാങ്കണ്ണിലേക്ക് വരുന്നെങ്കിൽ ആ വണ്ടി ചൂസ് ചെയ്തിട്ട് വേളാങ്കണ്ണി ചേർച്ചും വേളാങ്കണ്ണിയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് ആ വണ്ടി കയറ്റിട്ട് നാട്ടിലേക്ക് പോകാം. ആ വണ്ടി വരുന്ന ഏതോ ചോദിച്ചെങ്കിൽ കോട്ടയം വഴിയാണ് വരുന്നത്. എറണാകുളത്ത് നിന്ന് കോട്ടയം പുനലൂർ ആ വഴി ഉണ്ടല്ലോ, ആ വഴി നേരെ കയറി വരും. ആ വണ്ടി പോകുന്ന റൂട്ടും പിന്നെ കേരളത്തിലൂടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിൻ ചെയ്ത് കൊടുക്കാം, നിങ്ങളത് നോക്കിയാൽ മതി. പിന്നുള്ളത് നമുക്ക് വരാൻ പറ്റിയത് നാഗപട്ടണത്തേക്ക് വന്നിട്ട് അവിടുന്ന് ബസ്സിന് നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് വരാം. ബസ്സിനോ അല്ലെങ്കിൽ നാഗപട്ടണം ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ട്രെയിനും അവൈലബിൾ ആണ്. കാരയ്ക്കൽ നിന്നിരുന്ന് വണ്ടികളൊക്കെ അവൈലബിൾ ആണ്, കുറച്ച് 2 ഉള്ളൂ. അപ്പോൾ നാഗപട്ടണത്തേക്ക് കേരളത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത് ഞാൻ പറയാം. എറണാകുളത്ത് നിന്ന് കാരയ്ക്കലിലേക്ക് ഡെയിലി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ 10:25 പുറപ്പെടുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ നാഗപട്ടണം എത്താം. അവിടെ നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് കണക്ഷൻ പിടിച്ച് പോകാം. തിരിച്ചും അങ്ങനെ നിങ്ങൾക്ക് പോകാം. തിരിച്ച് നാഗപട്ടണത്തേക്ക് പോയി അവിടുന്ന് ആ വണ്ടിയിൽ കയറിയിട്ട് തന്നെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ 6:30 രാവിലെ 6:30 എറണാകുളത്തേക്ക് തിരിച്ചെത്തും. അങ്ങനെയാണ് കേരളത്തിലുള്ള 2 വഴികൾ. ഇനി നിങ്ങൾക്ക് അതല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി വന്നിട്ട് അവിടെ നിന്ന് നാഗപട്ടണത്തേക്ക് വരാം. അതും 2-3 വണ്ടിയേ ഉള്ളൂ. അത് 2 കാരയ്ക്കൽ തിരുച്ചിറപ്പള്ളി ഡെമോ ആണ് 2. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടത്തേക്ക് വന്നാൽ വാസ്കോ ഡ ഗാമ വേളാങ്കണ്ണി എക്സ്പ്രസ്, അങ്ങനെ 2 വണ്ടികൾ മാത്രമേ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നാഗപട്ടണത്തേക്കുള്ളൂ. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടികളുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പുറത്തോട്ട് പോയി കാര്യങ്ങളൊക്കെ കാണാം. വേളാങ്കണ്ണി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ചേർച്ച് ഉണ്ട് ഇവിടെ, വേളാങ്കണ്ണി ചേർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അത് സെക്കേഡ് ഹേർട്ട് ഓഫ് ജീസസ് എന്നാണ് ആ സ്റ്റാച്ചുവിൻ്റെ പേര്. അപ്പോൾ സെക്കേഡ് ഹേർട്ട് ഓഫ് ജീസസ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത്, ആ ചേർച്ചിൻ്റെ പേര് അങ്ങനെയാണ്.
അപ്പോൾ ആ 2 സ്ഥലങ്ങളിലേക്ക് നടന്നു തന്നെ പോവാം. ആദ്യം നമുക്ക് സ്റ്റാച്യുവിൻ്റെ ഭാഗത്തേക്ക് പോവാം, പിന്നെ അവിടുത്തെ മറ്റേ ചേർച്ചിലേക്ക് പോവാം. ഇപ്പോൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 2 വഴികളുണ്ട്. ഇവിടത്തേക്കുണ്ടൊരു വഴി, ഇവിടത്തേക്കുണ്ടൊരു വഴി. അതിൽ നിന്ന് ഈ ഒരു വഴിയിലൂടെ ഞാൻ പോകേണ്ടത്. ഇവിടെ തന്നെ ഉണ്ട് വേ ടു ചർച്ച്. മലയാളത്തിലൊക്കെ ഉണ്ട് കേട്ടോ പള്ളിയിലേക്കുള്ള വഴി, കാരണം ഇവിടെ അധികം മലയാളികളും വരുത്തുണ്ട്. അപ്പം ഇതുവഴി പോവാം. പിന്നെ ഇവിടെ ഇതാ മുറികൾ ലഭ്യമാണെന്നൊക്കെ മലയാളത്തിലുണ്ട്. ഏതോ മലയാളി ചേട്ടൻ്റെ കടയായിരിക്കും. ഇതുവഴി നമുക്ക് നേരെ നടന്നിട്ട് പോകാം. കുറച്ചേ ഇല്ലട്ടോ നടക്കാൻ, അധികം ദൂരമൊന്നുമില്ല. ഓട്ടോ നോക്കണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓട്ടോക്കാരൻ 70 റുപ്യ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റോട്ടിൽ നിന്ന് നടന്നിട്ട് നമ്മൾ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ അറ്റത്തെത്തും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ തന്നെ ഉണ്ട് വേ ടു ചർച്ച്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൂടെയും പോവാം, ലെഫ്റ്റ് സൈഡിലൂടെയും പോവാം. എന്തായാലും പോയാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ പോവാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്യാമറ ഒക്കെ ചെറിയൊരു ഷേക്കിംഗ് ഉണ്ടാവും. അതിൻ്റെ കാരണം വേറെ എന്തോ അല്ല കേട്ടോ. ഈ വൈഡ് ആംഗിൾ ഇട്ട് എടുക്കുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറക്ക് എന്തോ പറ്റി. ഇപ്പോൾ ഇങ്ങനെ വണ്ണിലിടുമ്പോൾ സ്മൂത്ത്നെസ് വരുന്നു, അപ്പം ക്യാമറ നല്ല രീതിക്ക് ഷെയ്ക്കാവും. വൈഡ് ആംഗിൾ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് റൈറ്റ് വേണമെന്നല്ലേ, അവിടെ നിന്ന് റൈറ്റ് പോകാൻ പാടില്ല കേട്ടോ, കാരണം ആ വൈപ്പ് അടച്ചിടിക്കാറുള്ളത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന റോഡിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം കേട്ടോ. റൈറ്റിൽ ലെഫ്റ്റിലേക്ക് പോകണ്ട, ലെഫ്റ്റിൽ വഴിയില്ല, അടിച്ചിട്ടിട്ടുള്ളത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ആക്കിയതാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെ വെഹ്ദ ലോഡ്ജ് എന്ന് കാണും, വെദ്ഹ ലോഡ്ജ് എന്ന് കാണും. അപ്പോൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് വഴിയുള്ള ഈ ഗേറ്റ് വഴി പോയാൽ മതി കേട്ടോ. ഇതാ നേരെ കാണുന്ന ഒരു ചേർച്ചാണ്, പക്ഷെ അതിൻ്റെ പേര് വേറെന്തോ ആണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ ആ ചേർച്ചിലേക്ക് എത്തിയിട്ട് മോർണിംഗ് സ്റ്റാർ ചേർച്ച് എന്നാണ്. മോർണിംഗ് സ്റ്റാർ ചേർച്ച്, വേളാങ്കണ്ണിത്തെ മോർണിംഗ് സ്റ്റാർ ചേർച്ച് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാച്യു കാണാം കേട്ടോ. ഇവിടെ നിന്ന് കാണാം. ഇതാ അവിടെ ആയിട്ട് വരും. ആ കൊക്കക്കോള അല്ല, അതിൻ്റെ ബാക്കിലായിട്ട് വരും ഒരു ഇൻറ്റി. അതിപ്പോൾ അടുത്ത് മറിഞ്ഞ് വന്ന് പെട്ടെന്ന് ഇതോ അവിടെ ആ സ്റ്റാച്യു, ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യു ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ചേർച്ച് നല്ല ഭംഗിയുണ്ട് ഇത് നിർമ്മിച്ചെടുത്ത് കാണാൻ. ഇതിൻ്റെ ആർക്കിടെക്റ്റെല്ലാം നല്ല രസമുണ്ട് കാണാൻ, ആ ഒരു ഷേപ്പ് കാണാൻ. അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. പിന്നെ ചേർച്ച് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്നും പോകുന്നില്ല. ഞാൻ ആ മോർണിംഗ് സ്റ്റാർ ചേർച്ചിൻ്റെ ഇപ്പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ എന്താ ഇവിടെയാണ് നല്ലൊരു കാഴ്ചയുള്ളത്, നല്ലൊരു സ്ട്രക്ചർ. അവിടെ മീത്തെന്തോ പണിയുന്നുണ്ട്, ആ കുരിശിൻ്റെ ആയിരിക്കാൻ ചാൻസ്. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല കാറ്റുണ്ട്. ഇതാണ് ആ ചേർച്ചിൻ്റെ മുമ്പ് നോയിട്ട് നമുക്കൊരു വീടെടുക്കാം. ഇതാണ് ആ ചേർച്ച് കണ്ടോ. ഞാൻ ആ സ്റ്റാച്യൂൻ്റെ അടുത്തേക്ക് പോകണം. ചേർച്ചിൻ്റെ അവിടെ നിന്ന് നടന്ന് വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു ചേർച്ച്. പിന്നെ ഇപ്പുറത്തും അങ്ങനെ അപ്പുറത്തും കുറേ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇത് നോക്കാം എന്താ സംഭവം. മേരി വിസിറ്റ് ഹെർ കസിൻ എലിസബത്ത്. അപ്പോൾ ആ ഒരു ഫ്രെയിമാണ് അവർ ഇതിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് സംഭവം. അപ്പം മേരി കസിനെ വിസിറ്റ് ചെയ്യുന്ന നല്ലൊരു രംഗമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ജീസസ് റൈസസ് ഫ്രം ദി ഡെത്ത്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ജീസസ്, ആ ഒരു ഫ്രെയിമിങ്ങിനെയാണ് അവർ വെച്ചിട്ടുള്ളത് ഇവിടെ. പിന്നെ ഇതങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ, കണ്ട കുറേ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല വെയിലായതുകൊണ്ടില്ലേ നല്ല പ്രയാസമുണ്ട് നടക്കാൻ. വെയിലല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണ്ടിട്ട് പോകാനും. നല്ല വെയിലുണ്ട്. ഞാൻ വെച്ചാൽ കുറച്ചെങ്കിലും വെയിൽ ക്ഷാമുണ്ടാവും, മൺസൂൺ ടൈം അല്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ എന്താ ഇങ്ങനെ നമുക്കറിയില്ല. എൻ്റെ ഈ ഭാഗത്തൊന്നും മഴ വരുത്തില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ. ഇപ്പുറത്തുള്ളത് ജീസസ് ഈസ് ബെറീഡ് ഇൻ ദ ടോംബ്, അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പുറത്തുള്ളത്. ഇതിനെ പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ല കേട്ടോ. ഇതുവഴി നടക്കാനുള്ള വഴി അല്ല, അടിപൊളി വഴിയാണ് കേട്ടോ. പക്ഷേ ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത. നിങ്ങൾ ചർച്ച് കാണാൻ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരാൻ ശ്രമിക്കാം കേട്ടോ. വേളാങ്കണ്ണിക്ക് വേളാങ്കണ്ണി വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് തന്നെ മാക്സിമം ചേർച്ച് കാണാനായിട്ട് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൈകിട്ടേ വരാം. ഇപ്പോൾ ഞാനിപ്പോൾ ചൂടത്ത് പെട്ടുപോയി. ഞാനിപ്പോൾ വരാനുള്ള കാരണം വേറെന്തോ അല്ല, എനിക്കിപ്പോൾ റിട്ടേൺ ഞാൻ ഇവിടുന്ന് വൈകിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പം അപ്പോഴേക്കെല്ലാം കണ്ടു തീർക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇവിടെ എല്ലാ കാര്യവും കാണിച്ചൊരു മെയിൻ കാര്യം കാണിക്കാൻ വിട്ടുപോയി. ജീസസ് ഈസ് ബോൺ. ജീസസ് ജനിച്ച ദിവസം ഇങ്ങനെയാണ് ഉണ്ടായത്. വെയിലടിച്ചിട്ടൊന്നും കാണുന്നില്ല, അപ്പോൾ ഗ്ലാസ് വരെ കാണുന്നില്ല. അതിൻ്റെ അകത്ത് ആരെയും കാണുന്നില്ല, ജീസസ് ഇല്ല. അപ്പോൾ
ഇങ്ങനെയാണ് ജീസസ് ജനിച്ചിട്ടാമുണ്ടായൊരു രംഗം. പിന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ഇതുപോലത്തെ കുറേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം മൊത്തം വീഡിയോയിൽ കാണിച്ചാൽ അത് കുറേ കൂടി പോകും. ഇപ്പം ഞാൻ ഇതെല്ലാം നോക്കിയിട്ടായിട്ട് വീട് ഇപ്പോഴത്തേക്ക് വരും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഫുള്ളും നോക്കണ്ടേ. ഇതൊരു മെയിൻ കഥയാന്ന് തോന്നുന്നു ഇവരുടെ. കാരണം ഇത് അറിയണമെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നല്ല ഭാഗം അറിയായിരിക്കും. കാരണം അവർ ഇതിനെ വെച്ചൊക്കെ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളും പിന്നെ ഹിന്ദു മതവിശ്വാസക്കാർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണകൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ വന്ന് കാണാമല്ലോ, അറിയാം. നമുക്ക് കഥകളൊക്കെ എല്ലാം അറിയണ്ടേ. ഏത് മതത്തിൻ്റെ ആയാലും കഥകളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മതത്തിൻ്റെ അതൊക്കെ ആ വഴിക്ക് നിൽക്കട്ടെ, ബാക്കി പുറത്തിറങ്ങിയാൽ നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ അറിയണം നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വേളാങ്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ജീസസ് ജനിച്ചതാണ് ഉണ്ടായത്. ഇവിടെ ജീസസ് ഡൈസ് എന്നാണുള്ളത്, ഡൈസ് ഓൺ ദ ക്രോസ്. അപ്പോൾ ആ ഒരു കുരിശിലാണ് ജീസസ് മരിച്ചത്. ഇവിടെ ഇത് നാരങ്ങ സോഡ ഫുള്ളും മലയാളത്തിലുണ്ട്. ഇപ്പം മലയാളികളായിരിക്കും ഇപ്പോൾ വരുന്ന എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്, നല്ല ചൂടാരണം. അവിടെ നിന്നൊരു ഗോളി സോഡ വാങ്ങിച്ചു 30 രൂപയുടെ. അതിന് നമുക്ക് അവിടത്തേക്ക് നടന്നു പോകാം. ഇതിൻ്റെ ബാക്കിയാണ് ഫുള്ള് കണ്ടിട്ടാണ്. കാരണം എനിക്കങ്ങനെ കാണുന്നത്, ഞാനൊക്കെ എന്തായാലും ഇവിടെ വന്നതല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ കണ്ടു വെക്കണം. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഒന്ന് ഫുള്ള് കണ്ടേക്കാം. അപ്പോൾ ആ ചേർച്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്, ആ മോർണിംഗ് സ്റ്റാർ ചേർച്ചിൻ്റെ. അതുവരെ ഞാൻ വന്നത്. ആ ചേർച്ചിൻ്റെ മുൻവശമുള്ള സ്ഥലം, നേരത്തെ കാണിച്ച സ്ഥലം. പിന്നെ ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ അപ്പുറത്താണ് ഞാൻ നേരത്തെ കാണിച്ച കഥകളിലുള്ളത്, അപ്പുറത്താണ്. നേരത്തെ പറയുമ്പോൾ കളിച്ചില്ല ജീസസ് ബോൺ അങ്ങനത്തെ സ്ഥലം, അതെല്ലാം അപ്പുറത്താണുള്ളത്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം ടു മീ ആൻഡ് ഡു നോട്ട് ഹിൻഡർ ദം. സംഭവം എന്താ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അറിയില്ല. കാരണം അങ്ങനെയാണ് വരും. ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഈ ഒരു ഫോട്ടോ എപ്പോൾ എടുത്തതാണ്, ഇതിൻ്റെ രംഗം എന്താണെന്ന് എന്നൊക്കെ അറിയുന്നവരുടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് വായിച്ചിട്ട് നമുക്കൊന്നും തിരിയുന്നില്ല എന്നല്ല, ഇതിൻ്റെ പിന്നിലൊരു അർത്ഥം ഉണ്ടാവുമല്ലോ. അർത്ഥം ഉണ്ടായത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. അപ്പം ആ ഒരു അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അപ്പം ബാക്കി പള്ളീൻ്റെ ഭാഗം ഇവിടെയാണ്. മണി അടിച്ചിട്ട് അവിടുന്ന് മണി അടിക്കുന്നുണ്ട്. അപ്പുറത്തെ ചേർച്ചിൽ നിന്ന് ഓക്കെ 3 മണി അടിച്ച് ചേർച്ചിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാച്യൂയുടെ അകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഉള്ളത് പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല സ്ഥലമാണ് ഇത്, നല്ല ഭംഗിയുണ്ട് ഇവിടെ. പക്ഷേ വെയിലില്ലെങ്കിൽ നല്ല ഒന്നും കൂടി അടിപൊളിയാണിത്. സാക്രഡ് ഹേർട്ട് സ്റ്റാച്യു 62 ഫീറ്റാണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ നീളം വരുന്നുള്ളത്. അപ്പോൾ നമുക്കൊന്നുകൂടി അടുത്ത് കാണാം. സ്റ്റാച്യുവിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ സൂര്യൻ്റെ വെട്ടടിക്കുമ്പോൾ കറുപ്പാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ മരം മറിയുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഒന്നുകൂടി കാണാം. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് മോസ്റ്റ് സക്രഡ് ഹേർട്ട് ഓഫ് ജീസസ്. ബാക്കി എന്തോ പുല്ലിനൊക്കെ എനിക്ക് കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സ്റ്റാച്യൂയുടെ വ്യൂ ഇങ്ങനെയാണ് വരുന്നുള്ളത്. അവിടെ സൂര്യൻ അവിടെ തന്നെ ഉണ്ടായത്. സ്റ്റാച്യു ഫുള്ള് ബ്ലാക്കായിട്ട് കാണും കേട്ടോ. ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ സൂര്യനെ കൊണ്ട്. ഇതാണ് സ്റ്റാച്യു. അപ്പോൾ നമുക്കിനി ഇത് കണ്ട് നേരെ ബീച്ചിൻ്റെ അകത്തേക്ക് പോട്ടാം. അല്ല ബീച്ചല്ല, വേറൊരു ചർച്ചും കൂടി ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതുവഴി നടക്കാം. ഇതുവഴി നേരെ നടന്നിട്ട് പോവാം. അപ്പുറത്തെ ചേർച്ചിലേക്ക് പോവാം. അപ്പുറത്തെ ചേർച്ചിൽ പോയാലും നമുക്ക് ഇപ്പുറത്തെ ചേർച്ചിലേക്കും വരാം. അപ്പുറത്തെ ആ വഴി കണ്ടിട്ട് ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ അത് വരാം. അപ്പോൾ ഇവിടുന്ന് നമുക്കൊന്നും കൂടി ആ സ്റ്റാച്യൂൻ്റെ വ്യൂ ആക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. സൂര്യൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്കല്ല സൂര്യൻ പോയിട്ടുണ്ട്. മേഘങ്ങൾ ഒന്നും കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലേ നല്ല കിട്ടടി. ഇപ്പോൾ കുറച്ച് ക്ലിയർ ഉണ്ട് കേട്ടോ ഒരു ലോങ് വ്യൂ കാണുമ്പോൾ. ഇനിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് വന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ
ഒരു പോരായ്മ അതിൽ എന്തെങ്കിലും ഒരു കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ഷമിക്കുക, അല്ലാതെ വേറെ നമുക്ക് പറയാനില്ല. കാരണം നമ്മൾ മതമായിട്ട് ജീവിക്കണം, അതൊക്കെ നമ്മളുടെ ഓരോ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്, നമ്മളൊരു ഒപ്പീനിയൻസാണ്. നമ്മളെങ്ങനെ ജീവിക്കേണ്ടത് നമ്മളതായിട്ട് ജീവിക്കുക. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മതസ്നേഹം കാണിക്കണം. എല്ലാ ഏത് മതമായാലും പ്രശ്നമില്ല. ഇപ്പം ഇവിടുത്തേക്ക് തന്നെ ഇപ്പം ഞാൻ മാത്രമല്ല മുസ്ലിമായിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തേക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പള്ളീൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോയി. അതുകൊണ്ടാണ് ഇനിയിപ്പം അലോഡാണോ അലോഡല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഇവിടത്തേക്ക് ഓട്ടോ നോക്കാതെ അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഇതൊക്കെ വന്ന് കണ്ടുപോകാം. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പം അകത്ത് പോയിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ എഴുതി വെച്ചത് കാണിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നും ഞാൻ പഠിച്ചെടുത്തല്ല. അപ്പം ഞാൻ പറഞ്ഞതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലപ്പോൾ പറയേണ്ട രീതിയൊക്കെ മിസ്റ്റേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളകത്ത് നോക്കുമ്പോൾ, അതായത് ക്രിസ്ത്യ മതവിശ്വാസികളകത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാത്തൊക്കെ ആയിരിക്കണം. അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. പക്ഷെ ഞാൻ പറഞ്ഞ രീതി അപ്പം അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ക്ഷമിക്കുക കേട്ടോ, എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ മനഃപൂർവ്വമല്ല പറയുന്നത്, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ അറിയുന്ന അങ്ങനെ പറയുന്നതാണ്. അപ്പം അതിൻ്റെ ചരിത്രമോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചർച്ചിലേക്ക് പോകാം. അത് ഇനി ബീച്ചിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ബീച്ചിലേക്ക് പോകുന്നത് എന്നെ നടക്കുമെന്ന് അറിയില്ല. കാരണം ഒന്നാമത് ഞാൻ നല്ല ടയേർഡായി കഴിഞ്ഞ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തിരിച്ച് പോകാനുണ്ട്. പിന്നെ എറണാകുളത്തേക്ക് പോകാനുണ്ട്. നമ്മളെ വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ്സില്ലേ, അതിൽ കയറിയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും പിന്നെ അപ്പോഴേക്ക് ഒന്ന് ഡ്രസ്സ് ചെയ്യണം, കുളിക്കണം, എവിടെയെങ്കിലും ഇപ്പം നോക്കണം റിട്ടയർ റൂമോ അല്ലെങ്കിൽ റൂമായിട്ട് കിട്ടണം ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേർച്ചിലേക്ക് പോയിട്ട് നമുക്കൊന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് കാണാമെന്ന് വിചാരിക്കുന്നത്. ഞാനങ്ങനെ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ബീച്ചിലേക്ക് ഈ രാത്രിയല്ല ഈ നട്ടപ്പാതി പിന്നെ രാത്രി പോയിട്ട് ഈ ബീച്ചിലേക്ക് ഈ ഉച്ചക്കൊക്കെ എങ്ങനെ പോലെ കരിഞ്ഞുണങ്ങും ബീച്ചിലേക്കൊക്കെ പോയെങ്കിൽ. പിന്നെ എൻ്റെ സംസാരം ചിലപ്പോൾ ചിലർക്ക് തിരിയണമെന്നില്ല. കാരണം വേറൊന്നുമല്ല കേട്ടോ, എൻ്റെ നാടറിയാലോ, കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ അങ്ങറ്റത്ത് 14ത്തില്ല മേലോട്ടായല്ലേ. അപ്പോൾ അവിടുത്തെ ഭാഷാ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് അതിനങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക. അഥവാ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിലായിട്ട് കമൻറ്റിൽ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അപ്പുറത്തെ ചർച്ചിലേക്ക് എത്തി. ഇതാണ് അപ്പുറത്തെ ചേർച്ച്. മറ്റേ നമ്മൾ അവിടെ കണ്ട അവിടെ ഞാൻ ഒരു ചേർച്ചിൻ്റെ പേര് അറിയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ചേർച്ചാണ് ആ ചേർച്ച്. അത് അവിടെ കാണുന്നത് ഇതാണ് ആ ചേർച്ച്. അപ്പുറത്തുകൊണ്ട് ഒരു ചേർച്ച്, അകത്തെന്തോ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഒക്കെ ഞാൻ പോകാറുണ്ട്. ഞാൻ നേരത്തെ ഓരോന്നിൻ്റെ അകത്ത് ഓരോന്ന് കഥകളുണ്ട് പറഞ്ഞിട്ട് അതാ സ്ഥലമായത്. ഞാൻ നേരത്തെ ഉണ്ടാകും അവിടെ. അപ്പോൾ ഇതാണ് ഈ ചേർച്ച്. ഇത് ഞാൻ നേരത്തെ വന്ന്, പക്ഷെ ഒന്നുകൂടി ഞാൻ കാണിച്ചു വേണ്ടി ഒന്നുകൂടി വന്നതാണ്. നേരത്തെ തന്നെ വീഡിയോ എടുത്താൽ മതി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ്, സ്റ്റേഷൻ്റെ അകത്തേക്ക് തന്നെ പോവാം. ഞാൻ ഒന്നുകൂടി ഈ വഴിയിലൂടെ തന്നെ നടക്കുന്നതാണ്. കാരണം നേരത്തെ കണ്ട ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഹൈലൈറ്റിലായിട്ടുള്ള ഇങ്ങനെ കാണിച്ചിടാന്ന് വിചാരിച്ച്. ഇവിടെ എന്ത് മാരി അസ്യൂംഡ് ഇൻ ടു ഹെവൻ. ഇതാണ് ആ സംഭവം. മാരി അല്ല കേട്ടോ, മേരി എന്നല്ല ശരിക്കും പറയല്, മേരി. സമയം ഇപ്പോൾ 4 മണീൻ്റെ അടുത്ത് തന്നെ ആയിട്ടാ. ഞാൻ ഇവിടെ കുറേ സമയം നിന്ന് കുറേ വായിച്ചു നോക്കി. എല്ലാം ഫുള്ള് നോക്കിയിട്ട് തന്നെ നല്ല രീതിക്ക് പോകാൻ വെച്ച് കുറേ സമയം നിന്ന്. അപ്പോൾ ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നേരെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണണ്ട. എനിക്ക് കുറച്ച് ഉപകാരം കിട്ടും. വീഡിയോ കുറച്ച് പേരെങ്ങളൊക്കെ എത്തും. ഇപ്പോൾ ഉള്ളതിനെ കാട്ടി കുറച്ചും കൂടി കൂടും. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക വീഡിയോ മാക്സിമം. ഇതുവരെ സ്കിപ്പാക്കാതെ കണ്ടാലുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോ വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസിൻ്റെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നിന്ന് ബൈ.